കുറിഞ്ഞിപ്പൂച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീഗിളാണ് കേട്ടോ. അപ്പോൾ ബീഗിളിനെ നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരനായിട്ട് നമ്മളൊരു ട്രിപ്പ് പോവാണ് ഇവിടെ അടുത്ത്. കുഞ്ഞു കുഞ്ഞ് ഒരു കാറ്റൊരു ഇതാണ് നമ്മുടെ മെയിൻ പോസ് കേട്ടോ. ഇതാണ് നമ്മുടെ ഇവനെ നിങ്ങൾ ഇങ്ങനെ ചെറുതായിട്ടിരിക്കണമെന്ന് കണ്ടിട്ട് വിലയിരുത്തരുത്. ഇതിപ്പോൾ നമ്മുടെ ലിയോ ഡോഗ് അർജന്റീനയാണെങ്കിലും മാലോസിനാണെങ്കിലും വരച്ച വരെ നിർത്തുന്ന മുതലാണത്. എന്നാ ഒരു അഗ്രഷനാണെന്നറിയോ? നമ്മുടെ എല്ലാ ഡോഗ്സും അങ്ങനെ ഒടുക്കത്തെ അഗ്രഷൻ. എന്നാ പറയാൻ പാടില്ല. ഞങ്ങളങ്ങനെ ട്രിപ്പ് പോവുകയാണ്. വൺ ടു ത്രീ. ആ ഒന്ന് കഴിച്ചാൽ മൂന്നൊന്നല്ലേ? ഞാൻ പിടിക്കണോ? നീ പിടിച്ചോ. ഞാൻ വണ്ടി പിടിക്കണോ? മുകളിലെത്തിട്ടോ. ചാടിക്കഴിഞ്ഞ പ്രശ്നമാവും കേട്ടോ. ഇത് ആരേത്? ഇത് ഏതാ കുറിഞ്ഞിപ്പൂച്ച? ഇത് ഏതാ കുഞ്ഞിപ്പൂച്ച? ഇത് ഇതാരേത്? നേരെ 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 താഴേക്ക്. നമ്മൾ സാധാരണ സ്ഥലത്ത് വരുമ്പോൾ താഴെ വരെ വണ്ടി ഇറക്കാറാണ് പതിവ്. പിന്നെ അത്യാവശ്യം ഓഫ് റോഡ് ഉള്ളത് കാരണം ഇനി ഇവള് പട്ടീനെയും പിടിച്ചുകൊണ്ടിരിക്കുക. ആള് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിലും നല്ലവണ്ണം കുലുക്കൊക്കെ വരുമ്പം എന്താ ഇച്ചിരി എക്സ്ട്രീം ഓഫ് റോഡാണ്. കുലുക്കൊക്കെ വരുമ്പോൾ എന്താ അവസ്ഥ എന്ന് അറിയാൻ പാടില്ലല്ലോ. അത് കാരണം വെറുതെ റിസ്ക് എടുക്കാൻ നിന്നില്ല. എന്ത് പറയാ, പണ്ടത്തെ കാലമൊക്കെ പോയി എന്ന് തോന്നുന്നു. പണ്ടൊക്കെ എന്തും റിസ്ക് എടുത്ത്. അതെ, ഇത് ലൂയിയുടെ ടെറിട്ടറി മാർക്കാണ്. ലൂയി ടെറിട്ടറി മാർക്കാക്കിയത്. ഒന്ന് കഴിയട്ടാ മാറി എന്നിട്ട് ഞാൻ പറയാം. ഹാപ്പി ആയോ ലൂയി? ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള പറമ്പൊക്കെ നീ മേടിച്ചിട്ടോ. എനിക്ക് അപ്പിടാനുള്ള ഞാനങ്ങ് ടയർഡായി പോയത് മുതലാളി. ശീലില്ലാത്തല്ലേ, സിംപ്ലിസിറ്റിങ് അല്ലേന്ന് വീട്ടില്. അവിടെ നടത്തുക പശുക്കളെ മൊത്തം അങ്ങോട്ട് അവിടെ തുമ്മിക്കൊണ്ടിരുന്ന ഞാൻ പറയാൻ കേട്ടോ. ചോദിച്ചേ പൊട്ടിയോ? ഉണ്ട്, കാണുന്ന പോലെയല്ല. സ്റ്റക്കായി അടിച്ചിട്ട് വന്നില്ലല്ലോടാ. അവന്റെ കാലിലൊക്കെ ചെളിയായി. എന്റെ കാലിലെ ചെരുപ്പ് താഴ്ന്നു കേട്ടോ. ചെരുപ്പ് എടുക്കാൻ കുടിഞ്ഞ ക്യാമറ ഞാൻ അപ്പുറത്തല്ലേ. വെള്ളം കുടിക്കുക. ഞങ്ങൾ വെള്ളം കുടിച്ചിട്ട് അങ്ങനെ കേട്ടോ കേട്ടോ. ഇത് കാണാൻ പറ്റുന്നില്ല. ചുമ്മാ അടിച്ചാടി 360 കിട്ടൂടി നായേ. നീന്തണം നീന്തണം നമുക്ക്. നീന്താൻ അറിയാം. നീന്താൻ അറിയാം. നമുക്കൊന്ന്
എടാ ആഴമുണ്ട് കേട്ടോ. ഒന്ന് വാടാ ഇങ്ങോട്ട്. ആ ഇങ്ങോട്ട് നീന്തി വാ. നീന്തേണ്ട ആവശ്യമൊന്നുമില്ല, നില ഉണ്ടാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട്. എനിക്ക് പേടിയാ മലയാളി. എനിക്കിത് ശീലമില്ലാത്തല്ലേ. നീ അവനെ കൊണ്ട് ആ സൈഡിലേക്ക് വെക്കോ, ആ സൈഡ് വഴി പോവാം. ഏറ്റവും അങ്ങടുത്തേക്കോ നീങ്ങോ. വാ 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 വേഗം പാടി വാ 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 വാ. അപ്പുറം വഴി തന്നെ പോയേക്കാം. എന്തിനാ നമ്മൾ വെറുതെ വാ വാ വാ. നീ പൊക്കെ, നീ ആദ്യം പോ എന്നിട്ട് പോവാ നൈസായിട്ട്. ഉള്ള പടി മൊത്തം ഉണ്ടാക്കി വെച്ചിട്ട് പോട്ടെ. മനസ്സിലായോ? നോക്കുക സ്ലോ ഉണ്ടാക്കി ഓടി പിടിച്ചിട്ട് അപ്പുറത്തേക്ക് പിന്നെ തിരിച്ചു വരണ്ടോന്ന് കാശ്. ചെരുപ്പ് കൈ പിടിക്കിട്ട്. അല്ല ശരിയായി. ഇപ്പൊ മണ്ണ് താന്ന പിന്നെ വന്ന ചളി ചെരുപ്പല്ലേ ചുമ്മാ ഇട്ടുവെച്ചാൽ മതി. കുഞ്ഞിക്കാല ചവിട്ടിയേനെ. മൊത്തത്തില് കിട്ടോ. എന്റെ കാലിനിടയിൽ കൂടെ നടക്കണോ? എടാ നീയൊന്നും കണ്ട പുഴയല്ല പുഴ. കരക്ക് കേറി ഞങ്ങൾ. ആ പാറയുടെ മറവില്ല. എന്നാ സാറേ എൻ്റെ പേര് ജോസഫ്. അപ്പുറത്തേക്ക് മുകളിലേക്ക് കിട്ടോ. അന്ന് കാല് കഴുകിയിട്ട് ചെയ്തിട്ട് വരാം. ഇതൊക്കെയല്ലേ ജീവിതത്തിൽ വേണ്ടേ. നമ്മളെങ്ങനെയാണോ അതുപോലെ ഒരു ആളെ കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് ഫുൾ ഈസിയാവും. അതെൻ്റെ രീതിയിൽ നിന്ന് ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിച്ചൊരു കേസാണ്. അപ്പം അങ്ങനെ കണ്ടുപിടിക്കാൻ ചെരുപ്പൊന്നും കിട്ടാട്ടോ. ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും ഇങ്ങനെ ഇടാറുണ്ടോ? പണ്ടത്തെ കാലത്ത് നമ്മൾ വള്ളിച്ചെരുപ്പ് അയ്യോ വലിയ കാര്യം പറഞ്ഞു. ഈ ചെരുപ്പ് എടുത്ത് ആ ചെരുപ്പിലേക്ക് ഓർത്തു. ഇനിയിപ്പോൾ ഇത് അഴിക്കണമെങ്കിൽ എന്നാ അവരതൊക്കെ കാണും. പണ്ട് നമ്മുടെ സ്ഥിരം പരിപാടിയായിരുന്നു. ഇതാ ഇങ്ങോട്ട് വരത്തില്ലല്ലോ. കുറിഞ്ഞു പൂച്ച അപ്പുറം നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഡീന്നും പറഞ്ഞ് ഇവിടെ വന്നാൽ കാണാം. പണ്ട് നമ്മൾ സ്ഥിരം പരിപാടിയിലായിരുന്നു വെള്ളിച്ചെരുപ്പിൽ ഇത് കുറക്കില്ല. എപ്പോഴും ചാടി പോകാറുണ്ട്. 90s കിഡ്സിന് അറിയായിരിക്കും. ഇവിടെ എൻ്റെ മുഖത്ത് തെളിയുണ്ടോ? മുഖത്ത് തെളിയുണ്ടോ? Yes, come on.
അതെല്ലാം എടുത്ത് തിന്നെ ബാ. എന്ത് പച്ചില മരുന്നാ തിന്നണേ. പണ്ട് പരമ്പരാഗതമായി ഞങ്ങളുടെ അച്ഛനപ്പൂപ്പന്മാര് കൈമാറി വന്ന മരുന്ന് ഇപ്പം ഞാൻ കണ്ടുപിടിച്ച് തിന്ന്. എല്ലാത്തിനും ഇടയിൽ കൂടെ കയറണം. ഇത് മുള്ളാൻ പോണ എങ്ങനെയാ അറിയോ? ഇങ്ങനെ ഒരു കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇന്ന സാധനം കാടിൻ്റെ നടിക്കൊക്കെ അങ്ങ് കയറി അങ്ങ് നിൽക്കും. എന്നിട്ട് ആരും കാണണ്ടങ്ങ് മുള്ളും. അതാണ് ഞങ്ങളുടെ ശീലം. സന്തോഷം പുഴ കണ്ടിട്ട് തിരിച്ചു പറയുന്നു. വെകിളിവാസ് ഗൈസ്, വല്ലപ്പോഴൊക്കെ ഇങ്ങനൊരു ട്രിപ്പ് പോകാൻ ഓർക്കുക. ഒന്ന് കാമാവും, പീസ്ഫുള്ളാണ്. ഞങ്ങൾക്ക് പട്ടിയാണ് ഞങ്ങളുടെ സന്തോഷം. നിങ്ങളുടെ സന്തോഷം എന്താ വെച്ചാൽ മദ്യമെങ്കിൽ മദ്യം, അത് വെച്ച് അങ്ങ് ട്രിപ്പ് പോവുക. അല്ലാതെ ഇപ്പം എന്താ പറയുക, എൻജോയ്.